ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള റിനൈസൻസ് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ്, അതായത് 10th പ്രിലിമിനറിക്ക് വന്നിട്ടുള്ള ചോദ്യത്തിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും മറ്റു ചില കാര്യങ്ങളെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണിത്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അയ്യങ്കാളി ജനിച്ച വർഷം. അപ്പോൾ ഇത് 10th പ്രിലിമിനറിയിലെ ഒരു ചോദ്യമാണ്. അയ്യങ്കാളി ജനിച്ച വർഷം 1863 ഓഗസ്റ്റ് മാസം 28-നാണ്. 1863 ഓഗസ്റ്റ് 28. ഇനി ബാക്കിയുള്ള ഇതിനുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ വിവരങ്ങളെ നമുക്ക് നോക്കാം. ശ്രീനാരായണ ഗുരു ജനിച്ച വർഷം എന്ന് പറയുന്നത് 1856 ഓഗസ്റ്റ് 20-നാണ്. 1856 ഓഗസ്റ്റ് 20-നാണ്. മരിച്ചത് 1928 സെപ്റ്റംബർ 20-നാണ്. ഒന്ന് ഓഗസ്റ്റ് 20-ആണ്, മറ്റേത് സെപ്റ്റംബർ 20-ആണ്. അപ്പോൾ 1856 ഓഗസ്റ്റ് 20, മറ്റേത് 1928 സെപ്റ്റംബർ 20-ആണ്. അതിനടുത്ത് അയ്യങ്കാളിയുടെ ജനിച്ച വർഷം നോക്കുമ്പം 1863 ഓഗസ്റ്റ് 28-നാണ്. അയ്യങ്കാളി ജനിക്കുന്നത് 1863 ഓഗസ്റ്റ് 28-നാണ്. ഇനി മരിച്ച വർഷമാണെങ്കിൽ 1941 ജൂൺ 18-നാണ്. ഇനി വാഗ്ബടാനന്ദനെ കുറിച്ചാണെങ്കിൽ 1885 ഏപ്രിൽ 27-നും, മരിച്ചത് 1939 ഒക്ടോബർ 29-നാണ്. ഇനി നമ്മൾ ആഗമാനന്ദ സ്വാമികളെ കുറിച്ചാണെങ്കിൽ 1896 ഓഗസ്റ്റ് 27-നാണ്. 1896 ഓഗസ്റ്റ് 27-നാണ് ആഗമാനന്ദ സ്വാമികളിൽ വരുന്നത്. ആനന്ദ തീർത്ഥനാണെങ്കിൽ 1905-ലാണ്. ബ്രഹ്മാനന്ദ ശിവയോഗി 1852 ഓഗസ്റ്റ് 26-നാണ്. 1852 ഓഗസ്റ്റ് 26-നാണ് ബ്രഹ്മാനന്ദ ശിവയോഗി വരുന്നത്. ഡോക്ടർ പൽപ്പു ജനിച്ചത് 1863 നവംബർ 2-നാണ്. സഹോദരൻ അയ്യപ്പനാണെങ്കിൽ 1889 ഓഗസ്റ്റ് 21-നാണ്. കേരള നവോത്ഥാനത്തിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ഭാഗങ്ങളെക്കുറിച്ചും നമുക്ക് നോക്കാം. ആദ്യത്തെ ശ്രീനാരായണ ഗുരുവിനാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനമാണ് അധികം ചോദിക്കുന്നത്. 1856 എന്നുള്ള വർഷം നമ്മൾ ഓർത്ത് വെക്കേണ്ടതാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ പിന്നെ മാതാപിതാക്കളെക്കുറിച്ച് ചോദിക്കുന്നത് കുട്ടിയമ്മയും മാടനാശാനുമാണ്. പിന്നെ കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. നാരായണ ഗുരു ജനിച്ചത് എവിടെയാണ്? അത് ചെമ്പഴന്തിയിലാണ്. പിന്നെ ഗുരുവിൻ്റെ ആദ്യത്തെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് എവിടെയാണ്? അത് തലശ്ശേരിയിലാണ്. ശ്രീനാരായണ ഗുരു രചിച്ച തമിഴ് കൃതിയാണ് തേവാരപ്പതികൾ. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ ആപ്തവാക്യമാണ് ഓം സാഹോദര്യം സർവത്രേ. അടുത്തത് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക, ഇതൊക്കെ പറഞ്ഞത് ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. അവനവനാത്മസുഖത്തിനാചരിക്കുന്ന അവയവരണം സുഖത്തിനായി വരേണം എന്ന് പറഞ്ഞാൽ അത് ഏത് കൃതിയിൽ നിന്ന് എടുത്താണെന്ന് ചോദിക്കുന്നുണ്ട്. അത് ആത്മോപദേശ ശതകത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അവനവനാത്മസുഖത്തിനാചരിക്കുന്ന അവയവരണം സുഖത്തിനായി വരേണം, ആത്മോപദേശ ശതകത്തിലുള്ളതാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, അത് ജാതി മീമാംസ എന്ന് പറയുന്ന ഗുരുവിൻ്റെ പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ഇനി SNDPയുടെ ആദ്യത്തെ സെക്രട്ടറിയാണ് കുമാരനാശാൻ. വിവേകോദയം മാസികയുടെ സ്ഥാപകനും കുമാരനാശാനാണ്. SNDPയുടെ ആദ്യത്തെ സെക്രട്ടറിയാണ് കുമാരനാശാനാണ്. വിവേകോദയം മാസിക സ്ഥാപിച്ചതും എന്താണ്? കുമാരനാശാൻ്റെത് ആണ്. ഇനി കണ്ടുമുട്ടലുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്. നാരായണ ഗുരുവും ചട്ടമ്പിസ്വാമിയും കണ്ടുമുട്ടിയ വർഷം 1882-ലാണ്. പിന്നെ നാരായണ ഗുരുവും കുമാരനാശാനും കണ്ടുമുട്ടിയ വർഷം 1891. അടുത്തത് ഡോക്ടർ പൽപ്പുവും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയത് 1895 ബാംഗ്ലൂരിൽ വെച്ചാണ്. 1895. ശ്രീനാരായണ ഗുരുവിനെ അയ്യങ്കാളി സന്ദർശിച്ച വർഷമാണ് 1912-ലാണ്. ശ്രീനാരായണ ഗുരുവും വാഗ്ബടാനന്ദനും കണ്ടുമുട്ടിയ വർഷമാണ് 1914. ശ്രീനാരായണ ഗുരുവും വാഗ്ബടാനന്ദനും 1914. ശ്രീനാരായണ ഗുരു രമണ മഹർഷിയെ കണ്ടുമുട്ടിയതാണ് 1916-ലാണ്. ശ്രീനാരായണ ഗുരുവും രമണ മഹർഷിയും കണ്ടുമുട്ടിയ വർഷം 1916-ലാണ്. ശ്രീനാരായണ ഗുരുവിനെ ടാഗോർ സന്ദർശിച്ച വർഷം, അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, 1922 നവംബർ 22-നാണ്. 1922 നവംബർ 22. ശ്രീനാരായണ ഗുരുവും
ഗാന്ധിജിയും 1925 നവംബർ 12-നാണ് കണ്ടുമുട്ടിയത്. 1925 മാർച്ച് 12-നാണ് കണ്ടുമുട്ടിയത്. നാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ ശ്രീലങ്ക സന്ദർശനം ഉണ്ടായ വർഷം 1918-ലാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ രണ്ടാമത്തെ ശ്രീലങ്ക സന്ദർശനം എന്ന് പറയുന്നത് 1926-ലാണ്. ശ്രീനാരായണ ഗുരു ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയവിടെയാണ് കളവങ്കോട് ക്ഷേത്രത്തിലാണ്. കളവങ്കോട്. ശ്രീനാരായണ ധർമ്മസംഘം സ്ഥാപിക്കുന്നത് 1928-ലാണ്. അപ്പോൾ 1904 വിവേകോദയം ആരംഭിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഔദ്യോഗിക പത്രാധിപരായിരുന്നു എം ഗോവിന്ദൻ. 1904 വിവേകോദയം ആരംഭിച്ചപ്പോഴുള്ള ഔദ്യോഗിക പത്രാധിപനായിരുന്നു എം ഗോവിന്ദൻ. പിന്നെ വൈകുണ്ഠസ്വാമികളെക്കുറിച്ച് പറയുമ്പം 1809 മാർച്ച് 12-നാണ് ഇദ്ദേഹം ജനിക്കുന്നത്. സമത്വ സമാജം വൈകുണ്ഠസ്വാമികളുടേതാണ്. 1836-ലാണ് സമത്വ സമാജം ഉണ്ടാക്കുന്നത്. അയ്യാവഴി എന്ന് പറയുന്ന മതമുണ്ടാക്കിയതും വൈകുണ്ഠസ്വാമികളാണ്. മുടിചൂടും പെരുമാൾ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്നതും വൈകുണ്ഠസ്വാമികളാണ്. ദക്ഷിണേന്ത്യയിൽ കണ്ണാടി പ്രതിഷ്ഠ ആദ്യമായി